നമസ്കാർ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫസ്റ്റ് ഇക്കായിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാമത്തെ പാഠവും നമ്മുടെ ഭാരതവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. പാഠത്തിൻ്റെ പേര് ബേട്ടി കെ നാം. ഇതൊരു ലെറ്ററാണ്, അതായത് ചിട്ടി, ഖത്ത്. അച്ഛൻ മകൾക്ക് എഴുതുന്ന ഒരു കത്താണ്. അതായത് മകളുടെ ഒരു കത്ത് കിട്ടിയതിന് മറുപടിയായിട്ട് അച്ഛൻ എഴുതുന്ന ഒരു കത്താണ് ബേട്ടി കെ നാം. അതായത് 1857 ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം നമ്മൾ പരാജയപ്പെട്ടു. അതുവഴി ബ്രിട്ടീഷുകാർ നമ്മുടെ അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹാദുർ ഷാഹ് ജഫർ അദ്ദേഹത്തെ തടങ്കലിലാക്കുകയും അദ്ദേഹത്തിൻ്റെ മകളെ ഡൽഹിയിൽ തടവിലാക്കുകയും ചെയ്തു. അപ്പോൾ മകൾ അച്ഛന് കൊടുത്തുവിട്ട ഒരു കത്ത് വായിച്ചിട്ട് അതിന് മറുപടി അച്ഛൻ എഴുതുന്നതാണ് ഈ പാഠം. നമുക്ക് इंट्रोडक्शन ഒന്ന് നോക്കാം. ब्रिटिश सरकार ने 1857 की स्वतंत्रता की पहली लड़ाई को परास्त कर दिया. उन्होंने दिल्ली के अंतिम मुगल शासक बहादुर शाह जफर को 4 दिसंबर 1858 को मगर नामक ब्रिटिश युद्धपोत से रंगून भेज दिया. അപ്പോൾ 1857 സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ പരാജയപ്പെടുകയും ബ്രിട്ടീഷുകാർ അന്തിമ മുഗൾ ചക്രവർത്തിയായ ബഹാദുർ ഷാ ജഫർ, പേര് ശ്രദ്ധിക്കുക, അന്തിം മുഗൾ ശാസക് ബഹാദുർ ഷാ ജഫർ, അദ്ദേഹത്തെ ഒരു യുദ്ധക്കപ്പലിൽ കയറ്റി മഗർ നാമക് ബ്രിട്ടീഷ് യുദ്ധപോത്ത് എന്ന് വെച്ചാൽ വാർഷിപ്പിൽ കയറ്റി रंगूनिലേക്ക് അയച്ചു, അടിമയാക്കി അയച്ചു. रंगून में उन पर सख्त पहरा था. मिलने की इजाज़त तो दूर, वे खुलकर किसी से बातचीत भी नहीं कर सकते थे. അദ്ദേഹത്തെ തടവറയിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് മറ്റുള്ളവരെ കാണാനോ സംസാരിക്കാനോ ഒന്നുമുള്ള ഒരു സ്വാതന്ത്ര്യവും ലഭിച്ചിരുന്നില്ല. सख्त नजरबंदी का बावजूद बहादुर शाह जफर ने अपनी कुछ चिट्ठियाँ दिल्ली पहुँचाई. ഇത്രയും കർശനമായ നിയന്ത്രണങ്ങൾക്കിടയിലും അദ്ദേഹം ആരും അറിയാതെ കുറച്ച് ലെറ്റേഴ്സ്, ചില കത്തുകൾ ഡൽഹിയിൽ അദ്ദേഹം എത്തിച്ചു. കുൽസും ജമാനി ബേഗം ബഹാദുർ ഷാ ജഫർ की बड़ी बेटी थी. അദ്ദേഹത്തിൻ്റെ മകളാണ് കുൽസും ജമാനി ബേഗം, അദ്ദേഹത്തിൻ്റെ മൂത്ത മകളായ कुलसुम जमानी बेगम. वे दिल्ली में अंग्रेज़ों की कैद में थी. അവരെയും തടവിലാക്കിയിരിക്കുകയാണ്. ആര്? ഇംഗ്ലീഷുകാർ. അവർ കുൽസും ജമാനി ബേഗത്തെ ഡൽഹിയിൽ തടവറയിലാക്കിയിരിക്കുകയാണ്. കുൽസും ജമാനി ബേഗം ബഹാദുർ ഷാ ജഫർ की बड़ी बेटी थी. അദ്ദേഹത്തിൻ്റെ മൂത്ത മകളാണ് കുൽസും ജമാനി ബേഗം. വേ ദില്ലി മേം അംഗ്രേസോं की कैद में थी. അവർ ഡൽഹിയിൽ ഇംഗ്ലീഷുകാരുടെ കസ്റ്റഡിയിലാണ്. ഖൈദ് എന്ന് വെച്ചാൽ കസ്റ്റഡി. उन्होंने किसी तरह से एक खत अपने कैदी बाप को रंगून भेजा था. അവർ എങ്ങനെയോ ഒരു കത്ത് തൻ്റെ അച്ഛന് റംഗൂണിലേക്ക് എത്തിച്ചു. ഉസ്കെ ജവാബ് മേം ലിഖി ഗയി ചിട്ടി യഹാം പേഷ് ഹെ. അതിന് മറുപടിയായി, തൻ്റെ മകളുടെ കത്തിന് മറുപടിയായി ബഹാദുർ ഷാ ജഫർ എഴുതിയ കത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. പാഠത്തിൻ്റെ പേര് ബേട്ടി കെ നാം, മകളുടെ പേരിൽ അച്ഛൻ എഴുതുന്ന കത്ത്. പ്യാരി ബിട്ടിയ, നമ്മൾ കത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയാണല്ലോ എപ്പോഴും, അഭിസംബോധന ചെയ്തുകൊണ്ട്. പ്രിയപ്പെട്ട മകളെ, തുമ്നെ അപ്നി കൈദി ബാപ് കോ ഖത്ത് ഭേജ. ഖത്ത് ക്യാ ഭേജ? മേരി ജാൻ ആസു നാമാ ഥാ. മകളെ, നീ
തടവറയിലുള്ള ഈ അച്ഛന് അയച്ച കത്ത് കിട്ടി. അത് ഒരു കത്തെന്ന് പറയാമോ? ശരിക്കും അതൊരു കണ്ണീർ കാവ്യമാണ്. ആസൂനാമ കണ്ണീർ കാവ്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബേട്ടേനെ പഠിക്കർ സുനായ, മകൻ വായിച്ച് കേൾപ്പിച്ചു. അതായത് ബഹാദൂർ ഷാ ജഫറിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകനെയും റങ്കൂണിൽ തടവറയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ തൻ്റെ സഹോദരിയുടെ കത്ത് വന്നപ്പോൾ ആ സഹോദരൻ അച്ഛന് ആ കത്ത് വായിച്ചു കൊടുത്തു. അതാണ് ഇവിടെ പറയുന്നത്. നിൻ്റെ കത്ത് കിട്ടി, കത്ത് നിൻ്റെ സഹോദരൻ വായിച്ചു കേൾപ്പിച്ചു. ബേട്ടേനെ പഠിക്കർ സുനായ, കേൾപ്പിച്ചു. ഏക് ദഫ സുന, ഒരു തവണ കേട്ടു. ദഫ മീൻസ് ഒരു തവണ. ജി ന ഭര, പക്ഷേ എനിക്ക് മനസ്സിന് തൃപ്തിയായില്ല. ഫിർ കഹ ബേട്ട ഫിർ സുനാന, ഞാൻ നിൻ്റെ സഹോദരനോട്, എൻ്റെ മകനോട് പറഞ്ഞു, ബേട്ട ഫിർ സുനാന, ഒരിക്കൽ കൂടി നീ അതൊന്ന് വായിക്കൂ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഫിർ സുന, വീണ്ടും വായിച്ചു കേട്ടു. വൗഭീരോയ, നിൻ്റെ സഹോദരനും ആ കത്ത് വായിച്ച് കരഞ്ഞുപോയി. മേരി ആഖേം ഭി ആസുവോ സെ ഭീഗ് ഗയി, എൻ്റെ കണ്ണും നിറഞ്ഞുപോയി ആ കത്ത് വായിച്ചിട്ട്. കഹ ബാബ ഏക് ദഫ ഫിർ പഠോ, എൻ്റെ സഹോദരൻ പറഞ്ഞു, 2 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞു, വീണ്ടും പറയാണ് ഒരിക്കൽ കൂടി വായിക്കാം ആ കത്ത്. വായിച്ചിട്ടും മനസ്സിന് തൃപ്തി വരുന്നില്ല. ഏക് ദഫ ഫിർ പഠോ, ക്യാ ലിഖുവാവും ബേട്ടി കി മുझ पर तुम्हारे खत का क्या असर हुआ, അത് ഞാൻ എങ്ങനെ നിന്നോട് പറയാനാണ്? നിൻ്റെ കത്ത് എന്നിലുണ്ടാക്കിയ മാനസികാവസ്ഥ എനിക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നില്ല. ക്യാ അസർ, അസർ എന്ന് വെച്ചാൽ എഫക്റ്റ്. 3 ദഫാ സുനനെ കെ ബാദ് ഭി ദിൽ കോ കരാർ നഹി ആയ, 3 പ്രാവശ്യം അങ്ങനെ ആ കത്ത് ഞങ്ങൾ വായിച്ചു, എന്നിട്ടും മനസ്സിന് ആശ്വാസം കിട്ടിയില്ല. കരാർ എന്ന് വെച്ചാൽ ആശ്വാസം. 3 ദഫ, 3 തവണ ആ കത്ത് വായിച്ചു, എന്നിട്ടും എന്താണ്? മനസ്സിന് തൃപ്തി ലഭിച്ചില്ല, ആശ്വാസം ലഭിച്ചില്ല. സച്ച് കഹത്തി ഹോ, സത്യം പറയാണ്. ദില്ലി വാലേ മുജ്കോ രോത്തേ ഹോങ്കെ, എനിക്കറിയാം ഡൽഹി നിവാസികൾ എന്നെ ഓർത്ത് കരയുന്നുണ്ടാവും. വേ ക്യാ യഹ് നഹി ജാൻതേ കി മേ ഭി ഉൻകോ രോത്താ ഹൂം, അവരറിയുന്നുണ്ടോ അവരെ ഓർത്ത് ഞാനും വിഷമിക്കുന്നുണ്ടെന്ന്? ഡൽഹിയിലെ ഇദ്ദേഹത്തിൻ്റെ പ്രജകൾ രാജാവിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാവും. അതിനേക്കാളേറെ ഞാൻ അവരെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. ബാദ്ഷാ പറയാണ്, തൻ്റെ ജനങ്ങളെ ഓർത്ത് ഞാനും വിഷമിക്കുന്നുണ്ട്. മേ തോ ജിന്ദാ ബേട്ടാ ഹൂം, ഞാൻ ജീവനോടെ ഉണ്ടെന്നെങ്കിലും പറയാം. വേ തോ ബിനാ ആയി മൗത്ത് മർ ഗയി, പക്ഷേ അവരുടെ കാര്യമോ? പാവം, ഒന്നും അറിയാത്ത എൻ്റെ പ്രജകളുടെ അവസ്ഥയോ? അവർ ബിനാ മൗത്ത് മർ ഗയി, മരിക്കാതെ മരിക്കുകയാണ് അവർ. എൻ്റെ ഡൽഹി നിവാസികളായിട്ടുള്ള എൻ്റെ പ്രജകൾ മരിക്കാതെ മരിക്കുന്ന അവസ്ഥയിലാണ്. കിത്നോ കെ ബാപ്പ് കിത്നോ കെ ബേട്ടെ കിത്നോ കെ ഭായി ഫാസിയോം പർ ചടാ ഗയ, എത്രയോ സഹോദരങ്ങൾ, എത്രയോ അച്ഛന്മാർ, ഓരോരുത്തരും ഫാസി എന്ന് വെച്ചാൽ എന്താണ്? തൂക്കുകയർ, കൊല ചെയ്യപ്പെട്ടു, തൂക്കിക്കൊന്നു പലരെയും. ഇംഗ്ലീഷുകാർ എന്താണ്? ബ്രിട്ടീഷുകാർ അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. ഒരു കാരണവുമില്ലാതെ ജനങ്ങളെ ഉപദ്രവിക്കുകയാണ്. കിത്നോ കെ ബാപ്പ് കിത്നോ കെ ബേട്ടെ കിത്നോ കെ ഭായി, എത്രയോ സഹോദരങ്ങൾ, എത്രയോ മക്കൾ, എത്രയോ അച്ഛൻ, അങ്ങനെ എല്ലാവരെയും അവർ കൊല ചെയ്തു. കിത്നി ഔരത്തേം ബേവാ ഹോ ഗയി, എത്രയോ സ്ത്രീകൾ ബേവ, പുതിയ വാക്കാണ് ബേവ എന്ന് വെച്ചാൽ വിധവ. എത്രയോ സ്ത്രീകൾ വിധവകളായി വെച്ചാൽ അവരുടെ ഭർത്താക്കന്മാരെ ഇംഗ്ലീഷുകാർ കൊന്നൊടുക്കി, അങ്ങനെ അവർ വിധവകളായി. കിത്നോ കെ ബാപ്പ് കിത്നോ കെ ബേട്ടെ കിത്നോ കെ ഭായി ഫാൻസിയോ പർ ചടാ ഗയെ, എത്രയോ പേരെ തൂക്കിക്കൊന്നു, പലരുടെയും സഹോദരന്മാരെ, അച്ഛന്മാരെ, മക്കളെ തൂക്കിക്കൊന്നു. കിത്നി ഔരത്തേം ബേവാ ഹോ ഗയി, എത്രയോ സ്ത്രീകൾ വിധവകളായി. ഘർ ലൂട്ട് ഗയേ നഹി ബൽക്കി ഖോദ് ഡാലേ ഗയേ, വീടുകൾ കൊള്ളയടിക്കപ്പെട്ടു. ഉൻ പർ ഹൽ ചൽവാ ദിയെ,
അവരെ ആകെ ചവിട്ടി മെതിച്ചു. അത്തരത്തിലുള്ള കൊള്ളയടിയാണ് അന്ന് നടന്നത്. दिल्ली में जब मेरा मुकदमा चल रहा था उसी ज़माने में तबाही और बर्बादी के किस्से सुने थे. എൻ്റെ കേസ് നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കൊള്ളയടികളുടെ കഥകൾ ധാരാളം ഞാൻ കേട്ടു. पता नहीं मेरे यहाँ आ जाने के बाद पता नहीं और क्या क्या परेशानियाँ शहर वालों पर पड़ी होगी. ഞാനിവിടെ വന്നതിന് ശേഷം അവിടെ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എനിക്ക് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ എനിക്കതിനെപ്പറ്റി ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അബ് ഹസേ യാ റോയെ കൊയ് ഫായ്ദ നഹി. ഇനി എനിക്ക് കരയണോ ചിരിക്കണോ അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവുമില്ല. ബ്രിട്ടീഷുകാർ അതുപോലെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹം സബ് കാലേ പാനി മേ ഹെ. ഞങ്ങളെല്ലാവരും തടവിലാണ്. കാലേപാനി അറിയാലോ, തടവറയിലാണ് ഞങ്ങളെല്ലാവരും. अपने वतन दिल्ली से सैकड़ों कोस दूर घर से जुदा और ऐसे जुदा कि अब जीते जी किसी से मिलने की आस नहीं है. എന്താണ്? സ്വന്തം നാട്ടിൽ നിന്നും കോസോം ദൂർ, മൈലുകൾക്കിപ്പുറം ഞങ്ങളെ ബന്ദിയാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ബന്ദിയാക്കിയിരിക്കുന്നത്? ഒരു പക്ഷേ ഇനി ജീവനോടെ തൻ്റെ ബന്ധുക്കളെ അല്ലെങ്കിൽ തൻ്റെ പ്രജകളെ ഒരിക്കൽ കൂടി കാണാമെന്നുള്ള പ്രതീക്ഷ പോലും ഇല്ലാത്ത തരത്തിൽ അവരെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ऐसे जुदा की जब जीते जी किसी से मिलने की आस नहीं. മറ്റുള്ളവരെ ഇനി കാണാമെന്നുള്ള ഒരു പ്രതീക്ഷ പോലുമില്ല. मुझे याद आया जब तुम्हारी शादी हुई थी और गालिब और ज़ौक़ ने तुम्हारी बारात की അഗ്വാനി കെ സെഹരെ ലിഖേദേ. ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഈ തടവറയിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ ആ നല്ല സമയത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത്? മുझे യാദായ, എനിക്ക് ഓർമ്മ വരുന്നു നിൻ്റെ കല്യാണ സമയത്ത്. ജബ് തുമാരി ഷാദി ഹുയി ഥി, നിൻ്റെ കല്യാണ സമയത്ത് ഹുയി ഥി ഓർ ഗാലിബ് ഓർ സൗഖ്, രണ്ട് കവികളുടെ പേരാണത്, ഗാലിബ് എന്നുള്ളതും സൗഖ് എന്നുള്ളതും. തുമാരി ബാരാത്ത് കി അഗ്വാനി കെ സെഹരെ ലിഖേദേ. നിൻ്റെ കല്യാണ സമയത്ത്, ബാരാത്ത് എന്ന് വെച്ചാൽ എന്താണ്? വരനും കൂട്ടരും വരുന്ന ആ ഒരു ചടങ്ങ്. ആ സമയത്ത് നിനക്ക് വേണ്ടി, നിൻ്റെ കല്യാണത്തിന് വേണ്ടി അവർ തയ്യാറാക്കിയ പാട്ട് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അത്രയും സന്തോഷകരമായ ആ ദിവസങ്ങളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അബ് യഹാം നവഹ് ലാൽ കിലാ ഹേ ഔർ ന പഹരേദാർ. ഇപ്പോൾ ആ കോട്ടയുമില്ല, കാവൽക്കാരുമില്ല. പഹരേദാർ എന്ന് വെച്ചാൽ കാവൽക്കാരൻ. ഒന്നുമില്ലാതെ ഞാനിവിടെ ഇങ്ങനെ തടവറയിൽ കിടക്കുകയാണ്. ആ നല്ല കാലങ്ങൾ, കളർഫുള്ളായിട്ടുള്ള നമ്മുടെ ആ ലൈഫൊക്കെ വെറുതെ ഓർക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ. ബസ് ലക്കടി കാ ഏക് പുരാനാ സാ മക്കാൻ. നോക്കൂ, ലക്കടി എന്ന് വെച്ചാൽ എന്താണ്? തടി കൊണ്ടുള്ള ഒരു പഴയ കെട്ടിടം. പുരാനാ സാ മക്കാൻ, പഴയ കെട്ടിടം. മക്കാൻ ഹേ ജോ ബർസാത്ത് മേ ടപക്താ ഹേ. മഴ വന്നാൽ വെള്ളം മുഴുവൻ അകത്താണ്. അത്തരത്തിലുള്ള ഒരു തടി കൊണ്ടുള്ള ഒരു ചെറിയ വീട്ടിലാണ് രാജാവിനെ, ബാദ്ഷാഹിനെ തടവറയിലാക്കി ഇട്ടിരിക്കുന്നത്. और जिसमें 2-4 कमरे के सिवाय ज़्यादा गुंजाइश नहीं. ആകെ 1-2 മുറികളുള്ള ഒരു വീട്ടിലാണ് ഈ ഇത്രയും പ്രൗഢിയോടെ ജീവിച്ച കാവൽക്കാരും പ്രജകളുമൊക്കെയായി ജീവിച്ചിരുന്ന രാജാവിനെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. എങ്ങനെയുള്ള സ്ഥലത്താണ്? വളരെ ചെറിയ തടി കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും ഒരു ഫസ്റ്റ് പോർഷനായിട്ട് നമുക്ക് അത്രയും നോക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ